الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تلك آيات الكتاب الحكيم. هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1397 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാന്റെ പഠനമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഈ സൂറത്തിന്റെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ദൗത്യ നിർവഹണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എതിർപ്പുകളും ശത്രുതയും ഒക്കെ തന്നെ അതിന്റെ പാരമ്യതയിലെത്തുന്നതിന്റെ മുന്നേയായി ഉള്ള ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് സൂറത്തുൽ ലുഖ്മാൻ അവതരിച്ചത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ സൂറത്ത് അതിന്റെ ഉള്ളടക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് പൊതുവെ പണ്ഡിതന്മാർ എത്തിച്ചേരുന്നത്. മക്കയില് ശത്രുതയും എതിർപ്പും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളൊക്കെ അതിന്റെ കടുപ്പമുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആയിട്ടുള്ള ഘട്ടം. ഈ സൂറത്തില് ആദ്യകാല വിശ്വാസികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളോട് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നത് ചരിത്രത്തിലെ ചില സംഭവങ്ങളെയും വ്യക്തികളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സംഗതിയുടെ ഒരു സാങ്കത്യവും അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലവും മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുന്ന അദ്ദേഹത്തിന് ചെവിക്കൊടുക്കുന്നവരായി മാറിക്കൊണ്ട് സത്യദീനിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായും ഉടലെടുത്ത ഒരു സങ്കീർണമായ സാഹചര്യമുണ്ട്. ബഹുദൈവത്വ വിശ്വാസത്തിന്റെ ആളുകളായ ആ സമൂഹത്തിലെ മുതിർന്നവര് പലരും ആ ബഹുദൈവത്വത്തിന്റെ വഴികളിൽ തന്നെ നിലകൊള്ളുകയും യുവാക്കളായ പലരും സത്യമാർഗത്തിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കളെ അനുസരിക്കുകയും അവർക്ക് വിധേയപ്പെടുകയൊക്കെ ചെയ്യുന്ന
ഒരു സംഗതി വളരെ സ്മൂത്ത് അല്ലാത്തൊരവസ്ഥ സംജാതമാവുകയാണ്. കാരണം മാതാപിതാക്കള് തങ്ങളുടെ മക്കൾ ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിക്കുന്നത് വളരെ രൂക്ഷമായിട്ട് അതിനെ നേരിടുകയോ എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ആ മാർഗം ഉപേക്ഷിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വന്നാൽ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, എന്ത് നിലപാടാണ് അവരോട് സ്വീകരിക്കേണ്ടത് എന്നതൊക്കെയാണ് ഈ സൂറത്ത് ആദ്യ തലമുറയിലെ ആളുകളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം മക്കയിലാണ് ഉണ്ടായിരുന്നത്. അതും സത്യനിഷേധത്തിന്റെ മാർഗവും സത്യവിശ്വാസത്തിന്റെ മാർഗവും രണ്ടായി വേർപിരിയുന്ന ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടം എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വേർപിരിയല് വ്യക്തമായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പ്രസക്തി അതിന്റെ മുമ്പുള്ള അവസ്ഥയിൽ ഉണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഈ സൂറത്തിന്റെ അവതരണം മക്കയിൽ വിശ്വാസികൾ വളരെ സങ്കീർണമായ വളരെ പ്രയാസകരമായ അവസ്ഥകൾ നേരിടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു കാലത്താണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന നിലക്ക് മനസ്സിലാക്കപ്പെടുന്നത്. ഈ സൂറത്തിന്റെ പേര് ലുഖ്മാൻ എന്നാണ്. ഒരു ചരിത്ര പുരുഷനെ പരാമർശിക്കുന്ന ഒരു പേരാണിത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരായിരുന്നോ എന്ന് തീർത്ത് പറയാൻ കഴിയാത്ത ചില പരാമർശങ്ങൾ കാണാൻ സാധിക്കും. സൂറത്തുൽ കഹഫ് വായിച്ചപ്പോൾ നമ്മൾ ദുൽഖർനൈൻ എന്ന ഒരു ചരിത്ര കഥാപാത്രത്തെയും അതേ സൂറത്തിൽ തന്നെ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം വിവരിക്കുന്നിടത്ത് മൂസ അലൈഹി ഇസ്ലാം ഒരു കൂടിക്കാഴ്ചക്കായിട്ട് സന്ധിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പൊതുവെ ഇസ്ലാമിക ലോകത്ത് ഖിളർ അലൈഹിസ്സലാം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വ്യക്തി. അതുപോലെ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലെങ്കിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടും പണ്ഡിത ലോകത്ത് അത് പേരിനോട് ചേർത്ത് വ്യത്യസ്തമായ രീതിയിൽ പറയപ്പെടുന്നതാണ്. എന്തായാലും ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു പ്രവാചകനായിരുന്നു എന്നത് ഖുർആന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിക സ്രോതസ്സുകളുടെയോ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എളുപ്പമല്ല. പക്ഷെ ഖുർആൻ ഇവിടെ അദ്ദേഹത്തിന്റെ വളരെ മഹത്തരമായ ചില അധ്യാപനങ്ങളെ പരാമർശിക്കുകയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ച് ഈ ഖുർആൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആദ്യ തലമുറയിൽപ്പെട്ട ആളുകളെ മക്കയിലും പരിസരത്തൊക്കെയുള്ള ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലുഖ്മാൻ അലൈഹിസ്സലാം ഏതോ പൗരാണിക കാലത്ത് അറേബ്യയിൽ എവിടെയോ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങളൊക്കെ അവർക്കിടയിൽ വളരെ വിശ്രുതമായിരുന്നു. അവർ പരസ്പരം ഉപദേശിക്കാൻ അല്ലെങ്കിൽ പരസ്പരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒക്കെ പരാമർശിക്കാറുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അറബ് സമൂഹത്തിൽ ലുഖ്മാൻ അൽ ഹക്കീം എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ വിസ്ഡം, അദ്ദേഹത്തിന്റെ മഹത്തരമായ തിരിച്ചറിവുകളും അതുപോലെ ജ്ഞാനപരമായ നിരീക്ഷണങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തെ വിദഗ്ധനാക്കിയിരുന്നത്.
സമൂഹത്തിലെ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരാളായിട്ട്, വളരെ ബുദ്ധിപരമായി യുക്തിപൂർവകമായി കാര്യങ്ങളെ സമീപിച്ചിരുന്ന ഒരാളായിട്ട്, അതുപോലെ വളരെ ഹിക്മത്തുള്ള, വളരെ വൈസായ, തന്ത്രപരമായ, അതുപോലെ തന്നെ യുക്തിഭദ്രമായ നിലപാടുകളും അതുപോലെ രീതികളൊക്കെ സ്വീകരിച്ചിരുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറബ് മിത്തോളജിയിൽ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുമ്പ് തന്നെ അവർക്ക് പരിചയമുള്ളതാണ് പലതും. അങ്ങനെ പക്ഷെ ഏത് കാലത്ത് എവിടെ ജീവിച്ചിരുന്നു എന്നതൊന്നും വ്യക്തമായി ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. പൗരാണിക അറബികളുടെ ഈ മിത്തോളജിയിൽ വരുന്ന, അവരുടെ ഐതിഹ്യങ്ങളിൽ വരുന്ന ഒരു പരാമർശം, അദ്ദേഹം ആദ്യ സമൂഹത്തിൽ പെട്ടതായിരുന്നു, അഹ്ഖാഫ് പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരുന്നത് എന്ന വിധത്തിലൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ വളരെ പൗരാണികരായ ഒരു സമൂഹത്തിലെ വളരെ ബുദ്ധിമാനായ ഒരു പരിഷ്കർത്താവോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ നേതാവോ ഒരു നവോത്ഥാന നായകനോ ഒക്കെ ആയിരുന്നിരിക്കാനാണ് സാധ്യത എന്ന നിലക്കാണ് മനസ്സിലാക്കപ്പെടുന്നത്. ലുഖ്മാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സ്രോതസ്സുകളിൽ നിന്നുകൂടിയുള്ള വിശദാംശങ്ങൾ ഞാൻ അടുത്ത ദിവസം നിങ്ങളുമായി പങ്കുവെക്കാം. ഈ സൂറത്തില് 34 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ദൈർഘ്യമേറിയ സൂറത്തുകളിൽ നമ്മൾ ഇതിനകം പഠന വിധേയമാക്കി കഴിഞ്ഞതാണ്. 100-ൽ താഴെ ആയത്തുകളുള്ള സൂറത്തുകളാണ് ഇനി നമുക്ക് പഠന വിധേയമാക്കാൻ അവശേഷിക്കുന്നതായിട്ടുള്ളത്. ഇത് 31-ാമത്തെ സൂറത്താണ്. ഖുർആനിലെ 34 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പുത്രന് നൽകിയ ഉപദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഇതിലെ 12-ാമത്തെ ആയത്ത് മുതൽ ഉദ്ധരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തില് ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു എന്നതിനാൽ 12-ാമത്തെ ആയത്ത് മുതൽ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ ഉള്ളതിനാൽ ഈ സൂറത്തിന് ലുഖ്മാൻ എന്ന പേര് നൽകപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതില് ലുഖ്മാൻ അലൈഹി ഇസ്ലാമും അദ്ദേഹം നിലക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്ന ജീവിത നിലപാടുകളും ഒക്കെ ഈ സൂറത്തിന്റെ പരാമർശമായിട്ട്, അതിലെ ഉള്ളടക്കമായിട്ട് വരുന്നുണ്ട്. എന്നാൽ അതല്ലാത്ത പല വിഷയങ്ങളും അതിനോടനുബന്ധിച്ചും അതിന്റെ മുമ്പായിട്ടും ഒക്കെ ഈ സൂറത്തിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തിന്റെ തലക്കെട്ട് ലുഖ്മാൻ എന്ന പേര് അത് ഒരു തിരിച്ചറിയാനുള്ള ഒരു ലേബലായിട്ട്, ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ആണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം എന്നതിനേക്കാളേറെ അതിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്തില് മക്കയില് അവതരിക്കുകയുണ്ടായ മിക്ക സൂറത്തുകളിലെയും പോലെ ബഹുദൈവത്വത്തിന്റെ അല്ലെങ്കിൽ ആ ബഹുദൈവ വിശ്വാസത്തിന്റെ അടിത്തറ എന്തുമാത്രം ദുർബലമാണ്, എത്ര അർത്ഥശൂന്യമാണ് ആ ദൈവസങ്കല്പം എന്നത് അതിന്റെ അയുക്തികതയും അതിന്റെ ബുദ്ധിശൂന്യതയും ഒക്കെ വെളിപ്പെടുത്തുന്ന വിധത്തില് വിശദമാക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രപഞ്ച സാകല്യത്തിന് ഏകനായ ഒരു സ്രഷ്ടാവ് ഉണ്ടാവുക എന്നത് അതിന്റെ ബുദ്ധിപരതയും യുക്തിപരതയും ഊന്നി പറയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും.
മനുഷ്യ സമൂഹങ്ങളുടെ പൊതു പ്രവണത എന്നത് പൂർവിക സമൂഹങ്ങളെ അന്ധമായിട്ട് ആലോചനയൊന്നും കൊടുക്കാതെ, യാതൊരു വിധത്തിലുള്ള പുനരാലോചനയൊന്നും ഇല്ലാതെ അന്ധമായി പിന്തുടരുക എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരും ആ ഒരു അന്ധത മനുഷ്യര് നിലനിർത്തി പോരുന്നതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. യുക്തിപരമായ ബുദ്ധിപരമായ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തില് സത്യം കണ്ടെത്തുക എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം നിർവഹിക്കാൻ, അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുന്ന മനുഷ്യരുടെ നിലപാട് വളരെ അപകടകരമായതും അവരെ ഒരിക്കലും തന്നെ വിജയത്തിൽ എത്തിക്കാത്തതുമാണ് എന്നതാണ് ഈ സൂറത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. അന്ധമായി മാതാപിതാക്കളെയോ പൂർവികരെയോ സ്വന്തം വംശത്തെയോ സ്വന്തം കുലത്തെയോ ഒക്കെ പിന്തുടരുക എന്നതല്ല വിജയത്തിന്റെ നിദാനമായിട്ടുള്ളത്. മറിച്ച് മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള ബുദ്ധിയും കഴിവും യുക്തിപരമായ അന്വേഷണങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യം കണ്ടെത്തിക്കൊണ്ട് അത് പിൻപറ്റുക എന്നതാണ് മനുഷ്യന്റെ മുന്നിൽ വിജയത്തിന്, ജീവിത വിജയം വരിക്കുന്നതിന് അവന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി. അപ്പോ ഈ ഒരു കാര്യം സൂറത്ത് മറ്റു പല മക്കയിൽ അവതരിച്ച വേറെ പല സൂറത്തുകളെയും പോലെ തന്നെ ഊന്നി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ചരിത്രത്തിൽ നിന്നുള്ള വളരെ ശ്രദ്ധേയമായൊരു മാതൃകയും ഉദാഹരണവും ഒക്കെ ആയിട്ടാണ് വിശുദ്ധ ഖുർആൻ ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനെ ഇതിൽ പരാമർശിക്കുന്നത്. വളരെ ജ്ഞാനിയായ, വളരെ പൗരാണികനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജ്ഞാനം അറബികൾക്ക് വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുമ്പായിട്ട് തന്നെ പലതും അവർക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്. അതുപോലെ പ്രഭാഷകരും കവികളും ജ്ഞാനികളായ ആളുകളും ഒക്കെ അദ്ദേഹത്തെ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടായിരുന്നു. എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ലുഖ്മാൻ അൽ ഹക്കീം എന്ന ഇവിടെ പരാമർശിക്കപ്പെടുന്ന അറബികൾക്ക് പരിചയമുള്ള ആ വ്യക്തി? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിത്തറയായിട്ട് നിലകൊണ്ടിരുന്ന വിശ്വാസപരമായ അടിത്തറ എന്തായിരുന്നു എന്നതും ആളുകളെ അതിനെക്കുറിച്ച് ഉത്ബുദ്ധരാക്കുകയാണ് അദ്ദേഹത്തെ ഈ സൂറത്തില് വിശദമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഹിക്മത്തിന്റെ, അദ്ദേഹത്തിന്റെ തത്വജ്ഞാനത്തിന്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യുക്തിപരമായ ഉപദേശങ്ങളുടെയും ഒക്കെ അടിത്തറയായി നിലകൊണ്ടിരുന്ന ആ വിശ്വാസ ദർശനം, അത് സമകാലികരായ അറബികൾക്ക് പലർക്കും അദ്ദേഹത്തിന്റെ പല മഹത് വചനങ്ങളും സ്വീകാര്യമായിരുന്നു. അതവര് പിന്തുടരുകയും അതുപോലെ തന്നെ പരസ്പരം ഉപദേശിക്കുകയൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ലുഖ്മാൻ അൽ ഹക്കീം എന്ന ചരിത്ര കഥാപാത്രം, ചരിത്രത്തിലെ പ്രമുഖനായ ഒരു വ്യക്തി, ചരിത്ര പുരുഷൻ, അദ്ദേഹത്തെ ഈ നിലപാടുകളും യുക്തിപരമായ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളുമൊക്കെ ആ വിധത്തില് ഉന്നതമായ
നിലവാരമുള്ള വിധത്തിൽ അദ്ദേഹം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയ ദർശനം, അദ്ദേഹത്തിന് അതിന് യോഗ്യനാക്കിയ ജീവിത ദർശനം എന്തായിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ സൂറത്തിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മക്കയില് പുതുതായി സത്യദീനിലേക്ക് കടന്നു വരുന്ന ആളുകൾ നേരിട്ടിരുന്ന ഒരു കുടുംബപരമായ സാഹചര്യം, അവരുടെ മാതാപിതാക്കള്, കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങള്, ഇവരൊക്കെ തന്നെ അവരുടെ വിശ്വാസത്തിനെതിരിൽ നിലകൊള്ളുകയും അവരെ ആ പാരമ്പര്യ മതരീതികളിലേക്കും വിശ്വാസ മാർഗങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ആ ഘട്ടത്തില് ശരിയായ നിലപാട് ഇക്കാര്യത്തില് എന്താണ് എന്നത് പഠിപ്പിക്കുകയാണ് ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഈ സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ഈ സൂറത്തിന്റെ പശ്ചാത്തലം അതാണ്. മക്കയിലാണ് ഇതിന്റെ അവതരണം. 34 ആയത്തുകളുള്ള മക്കയിലെ ഏകദേശം ഒരു മധ്യഘട്ടത്തിൽ അവതരിച്ച ഒരു സൂറത്താണിത്. ചരിത്ര കഥാപാത്രമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ലുഖ്മാൻ അൽ ഹക്കീം അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ചില ഉപദേശങ്ങളാണ് ഈ സൂറത്തിൽ മുഖ്യമായും പരാമർശിക്കപ്പെടുന്നത്. അത് ആ കാലഘട്ടത്തിലെ മക്കയിലെ ആളുകൾക്ക് വിശേഷിച്ച് പ്രയോജനകരമാവുന്ന, അതേപോലെ തന്നെ പിൽക്കാലത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് പ്രാധാന്യപൂർവ്വം ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ സൂറത്തിന്റെ ഉള്ളടക്കം ഏകദേശം ഇത്രയൊക്കെയാണ്. അത് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അതിന്റെ അടിസ്ഥാനപരമായി മക്കയിൽ അവതരിച്ച സൂറത്തുകൾക്കുള്ള ആശയപരമായ പല പ്രത്യേകതകളും ആശയപരമായ ചില തലങ്ങളും ഈ സൂറത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശിർക്ക് അടങ്ങിയ വിശ്വാസത്തിന്റെ, ബഹുദൈവത്വത്തിന്റെ ബുദ്ധിശൂന്യത, അതിന്റെ അർത്ഥരാഹിത്യവും അയുക്തികതയും ഒക്കെയാണ് ഉയർത്തി കാണിക്കുന്നത്. മറ്റൊന്ന് ഏകദൈവ വിശ്വാസം എന്തുകൊണ്ട് അനിവാര്യമായതാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില യുക്തിപരമായ തലങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഈ ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങൾക്ക് പുറമെയായിട്ട് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഞാൻ ഈ സൂറത്തിന്റെ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്ന ഘട്ടത്തിൽ അവയെക്കുറിച്ച് ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തിലെ 5 ആയത്തുകൾ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. ആ ആയത്തുകളുടെ വിശദീകരണവും അതുപോലെ തുടർന്നുള്ള കാര്യങ്ങളും തുടർന്നുള്ള സെഷനുകളിൽ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.